Right. Yeah. So Karthik, can you see the question? The question. Yes, sir. Kanam. Right. I'll just read that question again. 3 forces, 200 Newton, 300 Newton, and 400 Newton act along the 3 sides of an equilateral triangle taken in order. Find the magnitude and line of action of the resultant. So this is the question. This solve ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ആറും magnitude and the direction of the resultant കണ്ടുപിടിക്കണം. Right? So we'll do it together. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. So this is our question. I'll do it again. Right. So we need to find I'll say, right, okay. We need to find first fx, then fy. Right. R, once you find fx and fy, you can find r and alpha. ഇത്രയും സാധനങ്ങളാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. So we'll start with fx first. എനിക്ക് തോന്നുന്നു ആരെങ്കിലും ദർശിനി ചെയ്തു എന്നല്ലേ പറഞ്ഞത്? ദർശിനിക്കല്ലേ ആർ നെഗറ്റീവ് കിട്ടിയത്? അതെ സർ. Did you find fx? Can you help me in finding fx? ഞാൻ ഇവിടെ fx എഴുതാം. fx ന്റെ ഇക്വേഷൻ എന്തായിരിക്കും? fx is equal to നമ്മുടെ ആദ്യത്തെ ഫോഴ്സ് 200 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. അപ്പൊ 200 ന്യൂട്ടൺ എക്സ് ഡയറക്ഷനിൽ തന്നെയാണല്ലോ. സോ ദ കമ്പോണന്റ് ഓഫ് 200 ന്യൂട്ടൺ ഇൻ എക്സ് ഡയറക്ഷൻ. അപ്പൊ അത് 200 തന്നെയായിരിക്കും. 200. ടേക്ക് ദ സെക്കൻഡ് ഫോഴ്സ് വിച്ച് ഈസ് 300 ന്യൂട്ടൺ അല്ലേ? അപ്പൊ ഈ 300 ന്യൂട്ടണിനെ നമ്മള് എക്സും വൈയും ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ I'll just try. ഈ 300 ന്യൂട്ടണിനെ നമ്മൾ എക്സും വൈയും ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യണം. അപ്പോ വിത്ത് റെസ്പെക്ട് ടു ബി ഒരു കമ്പോണന്റ് ഈ ഡയറക്ഷനിലായിരിക്കും ഇങ്ങനെ, ഒരു കമ്പോണന്റ് മുകളിലേക്ക് വൈ ഡയറക്ഷനിൽ ഇങ്ങനെ. അപ്പൊ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണന്റ് എത്രയായിരിക്കും? ദർശിനി പറയാവോ? 300 cos 60 ആണോ sin 60 ആണോ? cos 60 അല്ലേ? ഓക്കെ, 300 cos 60. y ഡയറക്ഷനിലുള്ള കമ്പോണന്റ് 300 sin 60. 300 sin 60. Okay, right. അപ്പൊ when you come back to this equation, 300 ന്യൂട്ടന്റെ കമ്പോണന്റ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, 300 cos 60 ആണ് അല്ലെ? ഇപ്പൊ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. അപ്പൊ എന്തായിരിക്കും? മൈനസ് 300 അല്ല, നമുക്ക് ആദ്യ ഇക്വേഷൻ എഴുതാം, cos 60. അപ്പൊ രണ്ടാമത്തെ കമ്പോണന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ മൂന്നാമത്തെ കമ്പോണന്റ് എടുക്കണം, മൂന്നാമത്തെ ഫോഴ്സ് വിച്ച് ഈസ് 400 ന്യൂട്ടൺ അല്ലെ? അപ്പൊ ഈ 400 ന്യൂട്ടണിനെയും നമ്മൾ റിസോൾവ് ചെയ്യണം. ഈ 400 ന്യൂട്ടണിനെ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും എഴുതാം, ഈ 400 ഇതിന് പകരം നമുക്ക് ഈ വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. ദിസ് ഈസ് 400 അല്ലെ? ദിസ് ഈസ് 400. രണ്ട് കമ്പോണൻസ് ആയിട്ട് ഇതിനെ റിസോൾവ് ചെയ്യാം. ഒന്ന് എക്സ് ഡയറക്ഷനിൽ ഇങ്ങനെ,
ഒരു കമ്പോണന്റ്, ഒന്ന് ഇവിടുന്ന് y ഡയറക്ഷനിൽ അടിയിലേക്ക്. ഇങ്ങനെ രണ്ട് കമ്പോണന്റ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. ഈ x ഡയറക്ഷനിലുള്ള കമ്പോണന്റ് എത്രയായിരിക്കും? 400 cos 60. 400 cos. ഇത് 60 ആണെങ്കിൽ ഇപ്പുറത്തെ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് 400 cos 60 ആയിരിക്കും. y കമ്പോണന്റ് എന്ന് പറയുന്നത് 400 sin 60 ആയിരിക്കും, അല്ലേ? സോ ഇഫ് യു കം ബാക്ക് ടു ദിസ് ഇക്വേഷൻ, നമ്മുടെ ഇക്വേഷനിലേക്ക് വരാണെങ്കിൽ എഫ് എക്സിന്റെ ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ right, 400ന്റെ കമ്പോണന്റ് എത്രയായിരിക്കും? നമുക്ക് ജസ്റ്റ് ബ്രിങ് ഇറ്റ് ബാക്ക് ഹിയർ ഒരു മിനിറ്റ്. ഓക്കെ, 400 കമ്പോണന്റ് മൈനസ് 400 cos 60 ആയിരിക്കും, അല്ലേ? ഇത് മൈനസ് 400 cos 60. So how much will you get this fx? Fx എത്ര കിട്ടും? Can somebody tell me? Darshini എത്ര കിട്ടി fx? Kilonewton minus 115 kilonewton. Minus 115 അല്ലേ? 115 ആണോ? 150. 150 kilonewton. ഓക്കെ, അപ്പൊ നമുക്ക് fx കിട്ടി. ഇതുപോലെ നമ്മൾ fy കണ്ടുപിടിക്കണം. നമുക്കൊരു ഓർഡർ എഴുതാം. ഈ 200 ന്യൂട്ടണിന് y കമ്പോണന്റ് ഇല്ല, ഇല്ലേ? അത് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. അപ്പൊ ഞാൻ അതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതാം. 0 എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പ്ലസ് ഈ 300 ന്യൂട്ടന്റെ y കമ്പോണന്റ് എന്ന് പറയുന്നത് 300 sin 60 ആയിരിക്കും. ഇനി ഈ 400 ന്യൂട്ടന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് 400 sin 60 ആണ്. സോ മൈനസ് 400 sin 60. So get a value for Fy. Fy എത്ര കിട്ടും? Minus 56.602. മൈനസ് എത്രയാ പറഞ്ഞ? 56ഓ? 86.602. 86.6 kilonewton. So we got Fx and Fy. Once you get Fx and Fy, we can find R, right? So R is given by square root of Fx squared plus Fy squared. So how much you got R? R എത്ര കിട്ടും? 173.20. 173.2 kilonewton അല്ലേ? ഇത്രയും കിട്ടും. ഇതാ ഞാൻ പറഞ്ഞു, ഇതിന് സൈൻ പറ്റില്ല. യു നോട്ട് ഗെറ്റ് എ സൈൻ ഫോർ ആർ. ഇനി നമ്മൾ ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒന്ന് ജോമെട്രിക് ആയിട്ട് ഗ്രാഫിക്കലി ഇതിനെ റെപ്രസെന്റ് ചെയ്യണം നമ്മുടെ ഫോഴ്സസ്, അല്ലെ? അപ്പൊ ഇത് രണ്ടും നെഗറ്റീവ് ഫോഴ്സസ് ആയിരുന്നു. അപ്പോ ട്രൈ. അപ്പൊ ഒരു ഫോഴ്സ് Fy-യും Fx-ഉം നെഗറ്റീവ് ആയിരുന്നു. ഇവിടെ മാർക്ക് ചെയ്യാം. ഒരു ഫോഴ്സ് ഇങ്ങനെ, ഒരു ഫോഴ്സ് അടിയിലേക്ക്, അല്ലെ? അപ്പൊ ഇതാണ് Fx, അല്ലെ? Fx ഇങ്ങനെയായിരിക്കും. Fx just put it back. You have Fx here. Fx മാർക്ക് ചെയ്യണം. Fx is ഇങ്ങനെ മാർക്ക് ചെയ്ത സ്ഥിതിക്ക് ഇനി നെഗറ്റീവ് സൈൻ ഞാൻ കാണിക്കുന്നില്ല. 150 kilonewton. ഇനി അടിയിലേക്കാണ് Fy. അപ്പൊ വീണ്ടും ഞാൻ നെഗറ്റീവ് സൈൻ ഞാൻ കാണിക്കുന്നില്ല. Fy is 86.6 kilonewton. And you can find R. R will be
ഇങ്ങനെ അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെയായിരിക്കും R. So this is R. Again go back. So this will be R, and this angle will be your alpha. So you should find this angle alpha, that angle that R makes with fx. That's tan inverse alpha is given by tan inverse fy by fx. So how much you got alpha? 29.99. 29.9 degrees. Okay. So now we got R and alpha. So this is the first part of the question. Find the magnitude of the resultant. അടുത്ത കേസിലാണ് നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് കണ്ടുപിടിക്കേണ്ടത്. So it's here that we need to apply Varignons theorem of moments. ഇവിടെയാണ് നമ്മൾ Varignons theorem of moment കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പുതിയൊരു പേജിലേക്ക് പോവാം. I'll just again copy this figure. So we got now R and alpha. R കിട്ടി. R എത്രയായിരുന്നു? How much was R? Can you tell me again? R എത്രയായിരുന്നു? 173 kilonewton. ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയൂ. 173.2. ഓക്കെ, 173.3 അല്ലേ? എത്രയായിരുന്നു? 3 2 kilonewton. And we got also alpha. Alpha എത്രയായിരുന്നു? 29.9 degrees. Okay. ഇനി ഇത് എവിടെ ആക്ട് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. ഇതിനാണ് നമ്മൾ Varignons theorem അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ Varignons theorem അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അഗെയിൻ നമുക്കറിയില്ല, നമ്മളെ ഈ പ്ലെയിനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കണം. എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പോയിന്റ് നമ്മൾ Varignons theorem അപ്ലൈ ചെയ്യണം. അതാണ് നമ്മുടെ കാര്യം. അപ്പൊ ഞാൻ ജസ്റ്റ് ഹാവ് ടേക്കൺ എ പോയിന്റ്, ഡ്രോ എ ലൈൻ. ഇവിടെ നിന്ന് ഞാനിങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാമെന്ന് വിചാരിക്കുക. ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റ്, ഒരു ചെയിൻഡ് ലൈൻ വരയ്ക്കുന്നു. And then I select some point here. ഇവിടെ ഒരു പോയിന്റ് എടുക്കാണ്. സാർ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. കാർത്തിക് ചോദിച്ചോളൂ. കാർത്തിക് പോയോ? Anyway, so I shall continue. ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുക്കാണ്. സേ ആ പോയിന്റ് സേ M. I assume that the R is acting at this point. ഞാൻ ഇവിടെയാണ് ഈ R ആക്ട് ചെയ്യുന്നത് ഞാൻ അസ്യൂം ചെയ്യുന്നത്. നമുക്കറിയില്ല, നമ്മൾ ജസ്റ്റ് ഐ എം assuming that it is acting here. Right? So I assume that your R is acting at this point. ഇങ്ങനെ ആക്ട് ചെയ്യുന്നത് R. So this is R. I assume that R is acting here, and there is this alpha here, like alpha. Now, നമ്മൾ Varignons theorem അപ്ലൈ ചെയ്യണം ഇവിടെ. So that എന്താണ് സിഗ്മ M is equal to R into X. ഇതാണ് Varignons theorem എന്ന് പറയുന്നത്, ജനറൽ എക്സ്പ്രഷൻ. You can see the board, അല്ലേ? ബോർഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ? അല്ല, somebody else, സോബിൻ കാണാൻ പറ്റുന്നുണ്ടോ ബോർഡ്?
ഓക്കെ, കാർത്തിക് ചോദിച്ചിട്ട് പിന്നെ മിസ്സായി, അതാണ് എനിക്ക് ആകെ ഡൗട്ട് ആയത്. ഓക്കെ, ഹലോ സാർ, എന്റെ നെറ്റിന്റെ പ്രശ്നമായിരുന്നു, ഇപ്പൊ കാണാം. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ ഇനി നമ്മള് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കണം. മൊമെന്റ് ഓഫ് ദ കമ്പോണൻസ് വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എം. റൈറ്റ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ, ഞാൻ ഇവിടെ എഴുതാം, സിഗ്മ എം എം എന്ന് എഴുതാം. മൊമെന്റ് ഓഫ് all these forces with respect to point M, or say M നേക്കാളും നല്ലത് say taking with respect to A. നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് എടുക്കല്ലേ നല്ലത്, അപ്പൊ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. Taking the moments of all these with respect to point A. അപ്പോ can somebody tell me this expression for sigma MA? MAയുടെ എക്സ്പ്രഷൻ ആരെങ്കിലും പറയാവോ? I'll ask somebody. ആരാണ്? വിദ്യ. I'll ask വിദ്യ. വിദ്യ ഉണ്ടോ അവിടെ? No? So I can come back to Sobin. ഞാൻ അറിയാവുന്ന ഒരു പേര് വിളിക്കാം. Sobin, can you give me the expression for sigma MA now? ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് ഫോഴ്സസ് 200, 300 അതുപോലെ 400, ഈ മൂന്ന് ഫോഴ്സസിന്റെയും മൊമെന്റ് വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് എ, ഈ ഒരു പോയിന്റിൽ ഉള്ള മൊമെന്റ് എടുക്കാനാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്രഷൻ പറയാവോ? ഈ 200 ന്യൂട്ടൺ ഫോഴ്സിന് അവിടെ ഒരു മൊമെന്റ് ഉണ്ടാവോ? Will 200 Newton force have a moment at A? Sobin? ഇല്ലല്ലോ. ഇല്ല, കാരണം അത് ആ പോയിന്റിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്, അല്ലെ? യു കം ടു ദ 300 ന്യൂട്ടൺ ഫോഴ്സ്. ഈ 300 ന്യൂട്ടൺ ഫോഴ്സിന് ഒരു മൊമെന്റ് ഉണ്ടാവോ? ഉണ്ടാകും. നെഗറ്റീവ് അല്ലേ സാറേ? നമുക്ക് പറയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒന്ന് റിസോൾവ് ചെയ്യണം, രണ്ട് ഫോഴ്സസ് ആയിട്ട് റിസോൾവ് ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ 300 ന്യൂട്ടൺ ഫോഴ്സിനെ ഒന്ന് ഇങ്ങനെ റിസോൾവ് ചെയ്യണം, വിച്ച് ഈസ് 300 cos 60. ഒരെണ്ണം നമ്മൾ നേരെ മുകളിലേക്ക് വെർട്ടിക്കൽ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യണം, 300 sin 60. റൈറ്റ്, അപ്പൊ ഈ 300നെ നമ്മൾ കമ്പോണൻസ് ആക്കി മാറ്റി. ഈ 300 cos 60 എന്ന് പറഞ്ഞ ഫോഴ്സിന് മൊമെന്റ് ഉണ്ടാവില്ല, കാരണം ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദാറ്റ് പോയിന്റ്. ക്ലിയർ? ഈ 300 sin 60ക്ക് മാത്രമേ ഒരു മൊമെന്റ് ഉണ്ടാവുള്ളൂ. അതെന്തായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു എ ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്, മുകളിലേക്കല്ലേ, ഇത് ഇങ്ങനെയല്ലേ തിരിയുന്നത്. ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്, അപ്പൊ അത് പ്ലസ് ആയിരിക്കും, മൈനസ് അല്ല. സോ ഇറ്റ് വിൽ ബി പ്ലസ് 300 sin 60 into perpendicular distance, അല്ലെ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാ? AB. AB എന്ന് വെച്ചാൽ സൈഡ് ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. നമുക്ക് തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ AB എത്രയാണെന്ന്? Can you just check the question? തന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ആ ഡിസ്റ്റൻസ് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ അത് A ആണെന്നുണ്ടെങ്കിൽ മേ ബി വി കൻ ടേക്ക് ഇറ്റ് ആസ് 300 sin 60 into small letter a, assuming that A is the length of the side. ഇത്രേ ഉള്ളൂ. ഈ 400 ന്യൂട്ടൺ ഫോഴ്സ് വിൽ നോട്ട് ഹാവ് എനി മൊമെന്റ് ബിക്കോസ് ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ ദിസ് പോയിന്റ് എ. അപ്പൊ അതിന് മൊമെന്റ് ഉണ്ടാവില്ല. അപ്പൊ സിഗ്മ MA എന്ന് പറഞ്ഞാൽ which is 300 sin 60 into A. Similarly, you take moments of point R, right hand side, Rx. എത്രയാണ്? അപ്പൊ Rx എന്ന് വെച്ചാൽ മൊമെന്റ് ഓഫ് ദ റിസൾട്ടന്റ്, അല്ലേ? അപ്പൊ ഈ റിസൾട്ടന്റിനെ നമ്മൾ റിസോൾവ് ചെയ്യണം. ഇത് എത്രയായിരിക്കും? R, I'll just put it. This is R cos alpha, അല്ലെ? ഇത് എത്രയായിരിക്കും? This is R cos alpha
പിന്നെ വെർട്ടിക്കലി അടിയിലേക്ക് നമ്മൾ റിസോൾവ് ചെയ്യണം, which is r sin alpha. R cos alpha will not have a moment at A. Only R sin alpha will have a moment. Right? അതിന്റെ മൊമെന്റ് എത്രയായിരിക്കും? R sin alpha into MA. And what will be the sign? Again, it will be an anti-clockwise moment. So the sign is positive. So Rx എത്രയായിരിക്കും? Plus R എത്രയായിരുന്നു? 173.2 sin alpha into sin 29.9. I'll take it as 30 into perpendicular distance എത്ര? MA. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? So this is equation 1 and this is equation 2. If you equate these two, we'll get സാർ ഇത് വന്നു ഒന്നുകൂടെ പറയാമോ? ഏതാ? ആറിന്റെ RX. ഓക്കെ. ഈ RX എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞോളൂ. RX എന്ന് ഉദ്ദേശിക്കുന്നത് സാർ ഈ 16 A ഇല്ലേ? ആ A നമ്മൾ കൺസിഡർ ചെയ്താണോ ഒന്ന്? A എന്ന് പറയുന്നത്, അതായത് ഈ 300 sin 60 എന്നുള്ള ഫോഴ്സ് അല്ലെ, ഇവിടെ ഈ ഒരു ഫോഴ്സ് പോയിന്റ് എയിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് ആണത്. അപ്പൊ എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ 300 sin 60 എന്നുള്ളതാണ് ഫോഴ്സ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് AB, അതാണ് നമ്മൾ ഇവിടെ എഴുതിക്കുന്നത്. 300 sin 60 into AB. AB നമുക്ക് അറിയില്ല, നമുക്ക് തന്നിട്ടില്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പൊ ഞാനത് A എന്ന് അസ്യൂം ചെയ്തതാണ്. I assume that A is the length of the side of a triangle. മനസ്സിലായോ? അത് മനസ്സിലായി സാർ. അടുത്ത സ്റ്റെപ്പ് ഒന്നുകൂടെ. അതെ, ഇനി റിസൾട്ടന്റിന്റെ മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. RX എന്ന് ഉദ്ദേശിക്കുന്നത് മൊമെന്റ് ഡ്യൂ ടു ദ റിസൾട്ടന്റ് അറ്റ് A അല്ലെ. ഇപ്പൊ റിസൾട്ടന്റ് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ റിസൾട്ടന്റിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് എഴുതാണ്. R cos alpha എന്നും R sin alpha. എന്നിട്ട് നമ്മൾ നോക്കാണ്, R cos alpha ഈ എയിലൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് R cos alphയ്ക്ക് അവിടെ ഒരു മൊമെന്റ് ഉണ്ടാവില്ല. ഇവിടെ ചെയ്ത പോലെ 300 ചെയ്ത പോലെ തന്നെ ഈ R sin alpha എന്നുള്ള ഫോഴ്സിന് മാത്രമേ നമുക്കൊരു മൊമെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ മൊമെന്റ് ഡ്യൂ ടു R sin alpha at A എന്ന് പറയുന്നത് എത്രയായിരിക്കും? R sin alpha into പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര? MA. ഇതാണ് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. R sin alpha into MA. R എന്ന് പറഞ്ഞാൽ 173.2 അല്ലെ. ആൽഫ എന്ന് പറയുന്നത് 29.9. അത് ഞാൻ 38 എടുത്തു. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. 173.2 sin 30. ഇതാണ് R sin alpha into MA. ഈ ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. മനസ്സിലായോ കാർത്തിക്? മനസ്സിലായി സാർ, മനസ്സിലായി. ഓക്കെ, നമ്മൾ 1ഉം 2ഉം കൂടി ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് MA കിട്ടും. സപ്പോസ് ഈ ഡിസ്റ്റൻസ് L ആണെന്ന് വിചാരിക്കുക. MA എന്ന് എഴുതിയാൽ മതി. എനിവേ, ഇഫ് യു വാണ്ട് ടു ബി മോർ പെർട്ടിക്കുലർ, ഇവിടെ നിന്ന് സേ ഈ ഒരു ഡിസ്റ്റൻസ്, ഇഫ് ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് ക്യാപിറ്റൽ L, അത് നമ്മൾ L എന്നാ ഡിനോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് എഴുതാം? ഈ 173.2 into sin 30 into L is given by is equal to 300 sin 60 into A. So we get an expression for L. L in the value കിട്ടും in terms of A. എത്ര കിട്ടാ? Can you find it out? A constant into A എന്ന് കിട്ടും. എത്രയാ പറയൂ? 3A. 3A എന്ന് കിട്ടും. Okay, good. So we get plus 3A. So the
resultant will be acting at a point 3a units to the left of point A. Clear? I'll just stop the recording.